നമസ്കാരം, ഞാൻ ശ്രുതീസ് കുക്കറിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മധുരമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ലഡു ആണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. ഇത് വളരെ പെട്ടെന്ന് വീട്ടിലുള്ളതൊക്കെ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ലഡു ആണ്. അപ്പോൾ എൻ്റെ ഒരു ഫേവറേറ്റ് ലഡു ആണ്. റവ വെച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. ഇത് വളരെ എളുപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതും അതേസമയം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലഡു കേട്ടോ. നിങ്ങൾ തീർച്ചയായിട്ടും ഒരിക്കലും ഉണ്ടാക്കിയാൽ എന്തായാലും പിന്നെ ഉണ്ടാക്കുന്നത് എനിക്ക് ഉറപ്പാണ്. ഇതിൽ ചേർത്തിരിക്കുന്ന മധുരത്തിന്റെ അളവ് ലഡു സെറ്റായി വരുമ്പോൾ കറക്റ്റ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് ഞാൻ എടുത്തിരിക്കണ അത്ര വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരോഗ്യത്തിന് എന്തെങ്കിലും കുഴപ്പങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നെയ്യുടെ അളവ് നിങ്ങൾക്ക് മാറ്റം വരുത്താട്ടോ. പിന്നെ ഈ ലഡു ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെറു ചൂടോട് കൂടി തന്നെ ഇങ്ങനെ ഉരുട്ടിയെടുക്കാൻ നോക്കാട്ടോ. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റും. ഇനി അഥവാ നിങ്ങൾക്ക് ചെറു ചൂടോട് കൂടി തന്നെ ഉരുട്ടിയെടുക്കുമ്പോഴും ഉരുട്ടാനായിട്ട് ബുദ്ധിമുട്ട് അങ്ങനെ വരികയാണെങ്കിൽ നല്ല തിളച്ച പാല് 1-2 ടീസ്പൂൺ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഉരുട്ടിയെടുത്താൽ മതി. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഉരുട്ടിയെടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഈസി ആയിട്ടുള്ള ഈ ലഡു എങ്ങനെ ഉണ്ടാക്കാമെന്നൊന്ന് കണ്ടിട്ട് വരാം. അപ്പൊ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് റവ ലഡുവിലേക്കായിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുക്കാം. അപ്പൊ അതിനായിട്ട് ഞാനൊരു 1/4 കപ്പ് നെയ്യ് എടുത്തിട്ടുണ്ട്, അത് ഒഴിച്ചു കൊടുക്കാണ്. ഞാൻ ഇതിലോട്ട് കുറച്ച് മുന്തിരി ഒന്ന് വറുത്തെടുക്കാൻ പോവാണ്. ഈ മുന്തിരികള് നല്ല ഗുണ്ടുമണികളാവണ വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. മുന്തിരിയുടെ ആണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. ഞാനിപ്പോ ഒരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. ഇപ്പൊ മുന്തിരിയൊക്കെ നന്നായിട്ട് കണ്ടില്ലേ, നന്നായിട്ട് ഗുണ്ടുമണികളായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിത് ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇനി കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ഞാൻ വറുക്കുന്നുണ്ട്. ഈ അണ്ടിപ്പരിപ്പ് കളർ മാറുന്ന വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കാം കേട്ടോ. അണ്ടിപ്പരിപ്പിന്റെ കളർ മാറിയിട്ടുണ്ട്, അണ്ടിപ്പരിപ്പ് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. ഈ ബാക്കി വന്ന ഈ നെയ്യിൽ ഇതിൽ ഇട്ടിട്ട് നമുക്ക് റവ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പൊ അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് റവ എടുക്കുന്നുണ്ട്. ഈ റവ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് ഒന്ന് വറുത്തെടുക്കാം. ഈ റവയുടെ കളർ ഒന്ന് മാറി വരണം, അപ്പൊ ഒരു നല്ലൊരു സ്മെല്ലും വരും. ഇപ്പൊ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ റവ ഇങ്ങനെ വറുക്കാൻ തുടങ്ങിയിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ റവയുടെ കളറൊക്കെ ഇങ്ങനെ മാറി വന്നിട്ടുണ്ട്. ഇപ്പൊ റവ നന്നായി റോസ്റ്റ് ആയി വന്നിട്ടുണ്ട്, നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇനി ഇത് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതിൽ മധുരത്തിനായിട്ട് നമ്മൾ പഞ്ചസാരയായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 1 കപ്പോളം തന്നെ പഞ്ചസാര എടുത്തിട്ടുണ്ട്, അതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പം അതിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പഞ്ചസാര നന്നായിട്ടൊന്ന് ഉരുകാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഇതിൽ കുറച്ച് ഫ്ലേവറിനായിട്ട് ഞാൻ ഏലക്കായ കേട്ടോ ചേർക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ഒരു 10 ഏലക്കായ പൊളിച്ചിട്ട് ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുകയാണ്. ഈ പഞ്ചസാര ഉരുകനോട് കൂടി തന്നെ ഏലക്കായയുടെ ഫ്ലേവറും ഇതിലേക്ക് ഇറങ്ങിക്കോളും. ഈ പഞ്ചസാര ലൈനി ഒരു നൂൽ പരിവായിട്ടുണ്ട്. അപ്പൊ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. നമ്മളിങ്ങനെ കയ്യിലുള്ളത് ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മുടെ കയ്യിലാക്കിയതിന് ശേഷം ഇങ്ങനെ ഒന്ന് കാണിച്ചു വെക്കുക. അതേ 1 നൂൽ പരുവത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ റവ ലഡു കൂടുതലും ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നാളികേരം ഒന്ന് ഇതിൻ്റെ ഒപ്പം ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനിവിടെ ഒരു 1/2 കപ്പോളം നാളികേരം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് പകരം നിങ്ങളുടെ കയ്യിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി കേട്ടോ. ഒരു 1/2 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആ റവ വറുത്ത് കഴിഞ്ഞോട് കൂടി തന്നെ ചേർത്താൽ മതി. അങ്ങനെ ഇല്ലാത്തവർക്കായിട്ടാണ് ഞാൻ ഈ ഒരു ഇത് പറഞ്ഞത്. ഞാനിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3 മിനിറ്റ് ജസ്റ്റ് ഒന്നിങ്ങനെ വഴറ്റിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിത് വറുത്ത് വെച്ച റവയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മളൊന്ന് ചൂടാക്കിയില്ല, ആ നാളികേരം ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പഞ്ചസാര ലായനിയും കൂടി ചേർത്ത് കൊടുക്കാം. വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും പിന്നെ മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് എല്ലാം കൂടി നന്നായി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഞാൻ പഞ്ചസാര ലായനി ഒഴിച്ചപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടോ. അതായത് നമ്മൾ പഞ്ചസാര ലായനി തയ്യാറാക്കിയിരുന്നപ്പോൾ ഏലക്കായ പൊളിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഏലക്കായയുടെ തൊലിയൊക്കെ നീക്കം ചെയ്തതിന് ശേഷമാട്ടോ ഞാൻ ആ ലായനി മാത്രം ഒഴിച്ചു കൊടുത്തത്. ഞാൻ എല്ലാം നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാം. ഇപ്പം ഞാനൊരു ലഡു കൂടെ തയ്യാറാക്കിയിട്ടുണ്ട്. എന്തെളുപ്പമല്ലേ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. പിടിച്ചെടുക്കാനായിട്ട് നമുക്ക് പാലൊന്നും ചേർക്കേണ്ടി വരുന്നില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അഥവാ പിടിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ഒരു തിളച്ച പാല് 1-2 ടീസ്പൂൺ ഒഴിച്ച് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ചേർത്താൽ മതി.
അപ്പോൾ എല്ലാ റവ ലഡുകളും ഞാൻ ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഈ വലുപ്പത്തിലുള്ള ഒരു 15 റവ ലഡു ആട്ടോ നമുക്ക് ഈ അളവിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ റവ ലഡു ഒന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കിയിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും അറിയിക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ വലതുഭാഗത്ത് കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഇല്ലേ, അതൊന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ഒരു ബെല്ലൈക്കൺ വരും, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഈ മധുരം കഴിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇനി പുതിയ പുതിയ വീഡിയോസ് കാണണമെങ്കിൽ ആ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ വീണ്ടും നമുക്ക് ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പികളുമായിട്ട് കാണാം. അതുവരെ നിങ്ങൾ എല്ലാവരും നല്ല ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഹെൽത്തി ആയിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക കേട്ടോ. അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ.